റസൂൽ പറഞ്ഞു നിനക്ക് ദുആ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഞാൻ ഒരു സൂറത്ത് നിനക്ക് പഠിപ്പിച്ചു തരാം, അത് നീ ഓതിയാൽ അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യുമെന്ന് പറയുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുത്ത കൂട്ടുകാരനല്ലേ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വല്ലാഹ والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى. അല്ലാഹുവേ, നിറഞ്ഞ മനസ്സോടെ ഖുർആന്റെ ഈ സൂറത്ത് ഓതുന്നവരാരോ, കട തുറക്കുമ്പോൾ ഓതുന്നവരാരോ, കടയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഓതുന്നവരാരോ, വാഹനം ഓടിക്കുന്നവർ ഓതുന്നവരാരോ, അവര് വിജയിച്ചു സഹാബ. അതുകൊണ്ട് പടച്ചവന്റെ ഖുർആൻ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല, വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവേ, ഈ എഴുന്നേറ്റ് പോകാതെ നിറഞ്ഞ മനസ്സോടെ ഇരിക്കുന്ന ചെറുപ്പക്കാര്, ഉപ്പമാര്, അല്ലാ എന്റെ ഉമ്മമാര്, കൊച്ചുമക്കള്, ഇതിന് പകരം ഞങ്ങളെ ഒരുമിച്ച് നിന്റെ സ്വർഗീയ ലോകത്ത് നീ കടത്തണേ അല്ലാ. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ്, ഒന്ന് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലൊക്കെ ബറക്കത്ത് ഉണ്ടാകണോ, യാസീൻ നിങ്ങൾ പതിവാക്കണം. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് എത്തിച്ചു തരണോ, നിങ്ങൾ എന്ത് ചെയ്യണം, സൂറത്ത് യാസീൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരണം, അവിടെയാ നിങ്ങൾ വിജയിക്കുക എന്നാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് പറയാൻ, ഒരു ദിവസം നമുക്ക് ഓതാൻ പറ്റില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും നമ്മൾ ഓതണം. ഒരു ദിവസം നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല, ഇൻഷാ അല്ലാഹ് ആഴ്ചയിൽ ഞാനൊരു 3 വട്ടമെങ്കിലും ഓതുന്നുള്ള നിയ്യത്തെടുക്കണം. ഒന്ന് ഉറക്കെ ഇൻഷാ അല്ലാഹ് പറയാം, അതിന് പൈസ കൊടുക്കണ്ട, ഒന്ന് പറയ്, സ്നേഹല്ലേ ഇൻഷാ അല്ലാഹ്. ഇത് എവിടെ നിന്ന് വരുന്നു? മദീനത്തിന്റെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളുടെ സലാത്ത് എനിക്ക് വേണ്ട, മുഹമ്മദ് മുസ്തഫ ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി ത്വയ്ബ പദീൻ ജീവേ തൗഹീദോളി നീലാവേ. ഉറക്കെ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ വാക്ക് നമ്മൾ പാഴാക്കരുത്. അവിടെ നിന്ന് പഠിച്ചതാണ് പിന്നെ അള്ളാന്റെ ഹബീബിന്റെ സ്വഹാബത്ത് നമ്മളോട് പഠിപ്പിക്കുള്ളൂ, അല്ലാതെ നമ്മളോട് പറയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു വീട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് പിരിയുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ടേ പിരിയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ കരയില്ല എന്ന് പറഞ്ഞിട്ട് മസിലൊന്നും പിടിക്കരുത്, അതിനെന്നെ കൊണ്ട് കഴിയില്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എന്റെ ഇതിന്റെ അവസാനം പറഞ്ഞത് ബാപ്പയിലേക്ക്, അവസാന ഉപ്പയിലേക്ക് എത്താൻ നിങ്ങൾ കേൾക്കാത്ത ചരിത്രം ഞാൻ ഇവിടെ പറയും ഇൻഷാ അല്ലാഹ്. അതെന്ത് ചരിത്ര അവസ്ഥ അങ്ങനെ ചോദിക്കണ്ട, ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ ഇടയിൽ നമ്മുടെ സംഘാടകർ നിങ്ങളുടെ മുമ്പ് ഒരു ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഞാൻ എന്തിനാണെന്നൊക്കെ ആദ്യം തന്നെ സൂചിപ്പിച്ചു. ഇന്ന് നിങ്ങൾ കൊണ്ടുവന്നതിൽ അൽഹംദുലില്ലാഹ് നല്ലൊരു സംഭാവന ഈ ബക്കറ്റിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, എല്ലാവരും ഉറക്കെ നാമം പറയണം. അല്ലാഹുവേ, കരുണക്കടലായ കാരുണ്യവാനായ അല്ലാഹ്, ഈ ഇരുത്തത്തിന് പകരം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇരിക്കാൻ നമുക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. പറയും ബാപ്പാ, തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചവനെ, ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരങ്ങളിൽ ക്യാൻസർ പോലത്തെ രോഗങ്ങളുണ്ടെങ്കിൽ നീ തുടച്ചു തരണേ അല്ലാഹ്, നീ തുടച്ചു തരണേ അല്ലാഹ്, നീ തുടച്ചു തരണേ അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹുവേ, നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ വിട പറഞ്ഞോ അവരുടെ ഖബറിടങ്ങളിലേക്ക് ഇതിന്റെ മിഥില സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മനസ്സോട്ടോളിൻ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇപ്പൊ എത്ര മണി? അൽഹംദുലില്ലാഹ് 10 മണിയായി. ഇൻഷാ അല്ലാഹ്
ഇൻഷാ അല്ലാഹ് 10 മണിയായി. നമ്മളിപ്പോൾ ഏകദേശം ഇൻഷാ അല്ലാഹ് ഒരു ഇന്ത്യയിൽ 3 മണിക്കൂറൊക്കെ പറയും. ആരൊന്നും പറഞ്ഞേക്കല്ലേ. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ടില്ല. അപ്പം നിങ്ങൾ ഒരു അന്തവസ്ഥ അപ്പം അങ്ങനെ നിങ്ങൾ അത്ര മസിൽ പിടിക്കുക അതൊന്നും കൊണ്ടല്ല. വാപ്പ എല്ലാ ദിവസവും ഇതുപോലെ നിൽക്കണ്ടേ, ഈ ഉള്ള ശരീരത്തിന് പറഞ്ഞു പോകണ്ടേ, അതുകൊണ്ടാണ് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് വിഷയം പറഞ്ഞ് വൃത്തിയാക്കി തരും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മൽ ഇവിടെ കൊടുത്തു വിട്ട് അള്ളാഹു തആല കബൂലാക്കട്ടെ. പിരിവ് തുടങ്ങിയിട്ടില്ല, നിങ്ങൾ പേടിക്കണ്ട. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, പവിത്രമായ പ്രഭാഷണത്തിന്റെ ഇടക്ക് ആര് കൊടുത്തു വിട്ടാലും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ആരുടെ കാതുകളിലാണ്, ഏത് സഹോദരിയുടെ കാതുകളിലാണ് കിടന്നിരുന്നത് അല്ലാഹുവേ, സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ അണിയാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. സഹോദരങ്ങളെ, പിന്നെ അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു രോഗം തരാതിരിക്കണോ? ഭർത്താക്കന്മാരോട് പറയാ, നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു രോഗം തരാതിരിക്കണോ? നിങ്ങളുടെ ഭാര്യമാർക്ക് അല്ലാഹു രോഗം തരാതിരിക്കണോ? ഒന്നാമത് നിങ്ങൾ ഫിത്ന പറയുന്നതിൽ നിന്ന് ഒഴിവാകണം. ഭാര്യന്റെ കഥ വേറെ. രണ്ടാമത് പറഞ്ഞത് ഭർത്താവ് ഫിത്ന പറയുന്നിട്ട് മാറിയിരിക്കണോന്നാണ്. അത് ഭയങ്കര അറിവാണല്ലോ അടച്ചോനെ. സാധാരണ എല്ലാ ഉസ്താദ്മാരും പറയും ഉമ്മമാരാണ് മുഴുവൻ ഫിത്ന എന്നാണ്. ഇവിടെ പറയാണ് നിങ്ങൾ ഫിത്ന പറയുന്നതിൽ നിന്നിട്ട് പിന്മാറണം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ വാപ്പ, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ നിസ്കരിക്കുന്നതും ഈ നമ്മുടെ നോമ്പും നമ്മുടെ സദഖയൊക്കെ എന്തിനാ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. നാളെ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞാല് എന്താ ചെയ്യാ? ജീവിതത്തിൽ ഒരു തവണ ജീവിതത്തിൽ ഒരു തവണ ഗീബത്ത് പറഞ്ഞാൽ അള്ളാഹു 10 കാര്യങ്ങൾ കൊണ്ട് നമ്മളെ ശിക്ഷിക്കുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആമീൻ പറയുന്നറിയോ, ദുആക്ക് ഉത്തരമുള്ള സദസ്സായതുകൊണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്താണെന്നറിയോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാൻ, നമ്മൾ ഫിത്ന പറഞ്ഞാൽ അത് നമ്മുടെ മക്കൾക്ക് രോഗങ്ങൾ തന്നുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. ഹമ്മല്ലാ തങ്കത്തിയോ അബദ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അള്ളാഹു നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതാണ്. ആരോട് പറയുമ്പോ? നിങ്ങളുടെ ഭാര്യമാരോട് വന്നിട്ട്, വെളിയിലുള്ള കാര്യങ്ങൾ വന്നിട്ട് ഭാര്യയോട് പറയാ, പള്ളിയിലെ ഉസ്താദ് എങ്ങനെയായിരുന്നു, അപ്പുറത്തെ വീട്ടിലെ ഖദീജയുടെ മോൾ അതിലെ പോയി ഇതിലെ പോയി എന്നൊക്കെ നമ്മൾ പറയുമ്പോ, ഭാര്യയോട് വന്നിട്ട് വീട്ടിന്റെ ഉള്ളിൽ ഫിത്ന പറഞ്ഞാൽ എന്റെ വാപ്പ അവിടെ ഹമ്മല്ലാ തങ്കത്തി അബദ, മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അല്ലാഹു തരുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ. പെട്ടെന്ന് പറയട്ടെ, ജീവിതത്തിൽ ഒരു തവണ പറഞ്ഞു പോയാ യസീറു ബഈദൻ അൻ റഹ്മത്തില്ലാഹ്. ഇതാരാ പറയുന്ന എന്നറിയോ? മനസ്സിന്റെ മണിദീപമേ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞോ ചെറുപ്പക്കാരാ, ഈ സ്വലാത്തിന്റെ മന്ത്രം കേൾക്കട്ടെ. പരിശുദ്ധമായ മദീനത്തിന്റെ പച്ചക്കുപ്പയുടെ താഴെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ കണ്ടുകിടക്കുന്ന ലോകത്തിന്റെ മണിദീപത്തിന്റെ ചാരത്തേക്ക് എത്തട്ടെ. പറയൂ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലാ പറയുന്ന പെങ്ങളെ കേൾക്കുക, ചെറുപ്പക്കാരെ കേൾക്കുക. ജീവിതത്തിൽ ഒരു തവണ ഗീബത്ത് പറഞ്ഞ യസീറു ബഈദൻ അൻ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ടവൻ വിദൂരത്താണ്. എന്തിനേറെ പവിത്രമാക്കപ്പെട്ട റമളാൻ എന്ന് കടന്നു വരുമ്പോ അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീ എന്ന് പറഞ്ഞിട്ട് പടച്ചവന്റെ കരുണയ്ക്ക് വേണ്ടി കൈനീട്ടുന്ന എന്റെ ചെറുപ്പക്കാരെ പെങ്ങളെ, ജീവിതത്തിൽ ഒരു മാറ്റം വരണ്ടേ നമുക്ക്? അല്ലാഹ് എപ്പോഴാ നമ്മൾ മരിക്കുന്ന എന്നറിയില്ലല്ലോ, എപ്പോഴാ മക്കളെ വിട്ട് പിരിയുന്ന എന്നറിയില്ലല്ലോ, എപ്പോഴാ കൂട്ടുകാരെ വിട്ട് പിരിയുന്ന എന്നറിയില്ലല്ലോ. ഈ ഫസാദ് പറഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോഴാണോ മരിക്കുന്ന എന്നറിയില്ലല്ലോ. അതുകൊണ്ട് റമളാനിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞിട്ട് അല്ലാഹുവേ നിന്റെ റഹ്മത്ത് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നവരെ, ജീവിതത്തിൽ ഒരു തവണ ഗീബത്ത് പറഞ്ഞിട്ട് അവരോട് പൊരുത്തപ്പെടുവിച്ചിട്ടില്ലേ? നിങ്ങൾ ഇന്നെ റമളാനിൽ എന്നല്ല എപ്പോഴും കരഞ്ഞിട്ട് ചോദിച്ചാലും അല്ലാഹു സ്വീകരിക്കില്ല. പിന്നെയോ യഖ്തഉൽ മലായികതു അൻഹു സുബ്ഹാ അൻഹു സുഹബാ. അല്ലാഹുവിന്റെ മാലാകമാര്, റഹ്മത്തിന്റെ മലക്കുകള് അവനുമായി സഹവസിച്ചുകൊണ്ട് കടന്നു വരൂല്ല. പിന്നെയോ യകൂനു നസുറുഹി ഇൻദ മൗതിഹി ശദീദാ, യകൂനു നസുറുഹി ഇൻദ മൗതിഹി ശദീദാ.
അല്ലാഹുവേ മരണത്തിന്റെ സമയമുണ്ടല്ലോ പാപ്പാ, മരണത്തിന്റെ സമയമുണ്ടല്ലോ. ഇന്ദ മൗതിഹി ശദീദാ, വല്ലാത്ത കാഠിന്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ മൗത്തിനോട് വിളിച്ചു പറഞ്ഞല്ലോ, മലക്കുൽ മൗത്തേ അവിടുന്ന് അല്ലാഹുവേ മറ്റുള്ള മാലാഖമാരുടെ ആത്മാക്കളെ പിടിക്കാൻ പറയുമ്പോ ആദ്യം കടന്നു പോയത് മലക്കു ജിബ്രീലിന്റെ മുമ്പിലോ. മലക്കുൽ മൗത്ത് കടന്നു വരുന്ന കണ്ടപാട് ജിബ്രീൽ കരഞ്ഞല്ലോ. എന്തിനാ കരഞ്ഞതല്ലാ? ലോകത്തിന്റെ രാജകുമാരന്റെ ആത്മാവിനെ പിടിക്കുന്ന സമയത്ത് ആ മുത്തുനബിയുടെ മുമ്പിലുള്ളതാരോ? അല്ലാഹുവിന്റെ മാലാഖമാർ ക്യാപ്റ്റനായ മലക്കു ജിബ്രീൽ. മുസ്തഫ നബി തങ്ങൾ പോലും കരയുകയാ. അല്ലാഹുവേ പൊട്ടിക്കരഞ്ഞിട്ട് പറയും, അസ്റായീലേ, ഒരു പ്രവാചകനിക്കും കൊടുക്കാത്ത പവറല്ലേ പടച്ച റബ്ബനിക്കു തന്നത്. എന്നിട്ട് പോലും എന്ത് വേദനയാ, എന്ത് സങ്കടമാണ്, എന്ത് വിഷമമാ, എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മദീനത്തിന്റെ രാജകുമാരൻ പോലും അവിടുന്ന് കരഞ്ഞു പോയത്. മലക്കു ജിബ്രീൽ കണ്ടിട്ട് മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോ അവിടുന്ന് കരഞ്ഞു പോയ മാലാഖയാണ് മലക്കു ജിബ്രീൽ. അത്ര വേദനയാണ് എന്റെ ചെറുപ്പക്കാരാ മരണത്തിന്. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൂഹ് എടുക്കുമ്പോ അപ്പോഴുപോലും മുസ്തഫ നബി തങ്ങൾ കരഞ്ഞു പോയെങ്കിൽ ജീവിതത്തിൽ ഒരു തവണ ഗീബത്ത് പറഞ്ഞോ, കളിയാക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾ ആക്ഷേപിക്കുകയല്ല. ഇത് ഷമീർ ദാരിമിയുടെ വാക്കോ ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരുടെ വാക്കോ ആണെങ്കിൽ നമുക്കെടുത്ത് കളയാ. ആരാ പറയുന്നത്? മദീനത്തിന്റെ മണൽപ്പരപ്പിന്റെ രാജകുമാരാ മുഹമ്മദുർ റസൂലുള്ളാഹ്. യകൂനു നസ്റുഹി ഇൻദ മൗതിഹി ശദീദാ. പടച്ചവനേ, നമ്മുടെ ആത്മാവിനെ മലക്കുൽ മൗത്ത് പിടിക്കുമ്പോ സഹിക്കാൻ കഴിയാത്ത വേദനയായിരിക്കും. വാപ്പാ കാലം മുറിഞ്ഞ, കാലം പഴുത്ത സഹിക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? അതുപോലും കഴിയാത്ത നമ്മുടെ റൂഹ് ഫിത്ന പറഞ്ഞവരാണോ, ഗീബത്ത് പറഞ്ഞവരാണോ? എങ്ങനെയെങ്കിലും ആളുകളെ കുറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരാ. ഇനി ഒന്നുമില്ലെങ്കിലും പ്രവാസികളുടെ ഭാര്യമാരെ പോലും ആക്ഷേപത്തിന്റെ വാക്കിൽ കൊണ്ടുവരണമെന്ന് പറയുന്നവരാ. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, കളിയാക്കുകയല്ല. എത്രയോ സഹോദരിമാർ എഴുത്തിലൂടെ എഴുതിയിട്ട് പല വാലിന്റെ സദസ്സിലും കൊടുത്തു വിട്ടിട്ടുണ്ട്. എറണാകുളത്ത് പ്രഭാഷണം നടത്തുമ്പോ ഒരു സഹോദരി അവിടെ എഴുതി കൊടുത്തു വിട്ടതിൽ കുറെ സഹോദരിമാരുടെ പേരാ. ഇതൊക്കെ ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. ഇസ്ലാമിക് മീഡിയയിലൂടെ ഈ ലൈവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരും ഒരുപക്ഷെ ഇത് കാണുന്നുണ്ടാകും. പടച്ചവനെ ഒരുപാട് സഹോദരിമാര് പറയാ, ഞങ്ങളുടെ ഭർത്താക്കന്മാര് ഭൂരിഭാഗവും അല്ലാഹുവേ വിദേശത്താണ്, പക്ഷേ ഞങ്ങളെ പറ്റി മോശമായത് അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നുകൂടുകയോ. അതൊന്ന് മാറിക്കിട്ടാൻ ദുആ ചെയ്യുവോ? എന്തേ ഉസ്താദുമാര് മുഴുവനും ഗീബത്ത് പറയണമെന്ന് പറഞ്ഞാൽ അതും മാത്രമല്ല, ഗീബത്ത് പറയല്ലേ എന്ന് പറഞ്ഞാ പോരാ ഉസ്താദേ. എനിക്ക് കിട്ടി എഴുത്താ സഹോദര ഞാൻ പറയുന്നത്, ഗീബത്ത് പറയരുതെന്ന് പറഞ്ഞാ പോരാ. എന്തേ പ്രവാസികളുടെ ഭാര്യമാര് മുഴുവനും വഴിതെറ്റിയിട്ടാണോ നടന്നു പോകുന്നത്? അതവര് പറയാൻ എന്തേ കാരണം? അവരത് പറയാൻ യോഗ്യരാണോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ തന്റെ കയ്യിൽ കിട്ടിപ്പോയി. വേണ്ട ചെറുപ്പക്കാരാ, നമ്മൾ ഒരാളെ കുറ്റം പറയാൻ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ബാക്കിയുള്ള 3 വിരലും നമ്മളിലേക്കാണ് നോക്കുന്നത്. നീ നിന്നെ തന്നെ സൂക്ഷിക്കാനെന്നാണ്. അതുകൊണ്ട് വേണ്ട, ഒരാളെ പറ്റിയും നമ്മൾ ഗീബത്ത് പറയണ്ട. പിന്നെയോ യസീറു ഖരീബൻ ഇലന്നാർ, യസീറു ഖരീബൻ ഇലന്നാർ. അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ നരകവുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്നവനാണ്. പിന്നെയോ യസീറു ബഈദൻ മിനൽ ജന്നാ, അല്ലാഹുവിന്റെ സ്വർഗം നമുക്ക് കണി കാണാൻ കഴിയില്ല. ആ സ്വർഗത്തെ തൊട്ട് വിദൂരമാണ്. ചെറുപ്പക്കാരാ, ആരുടെ വാക്കാണെന്ന് മനസ്സിലാക്കണം. നമ്മള് ഒരിക്കലും കളവ് പറയാത്ത
മദീനത്തിന്റെ മുത്തിന്റെ വാക്ക യസീറു ബഈദൻ അല്ലാഹ് യസീറു ബഈദൻ മിനൽ ജന്ന സ്വർഗ്ഗത്തിൽ നിന്നും അവൻ വിദൂരത്താണ് യസ്തദ്ദു അലൈഹി അദാബൽ ഖബർ ഖബറിന്റെ ഉള്ളിൽ അവനിക്ക് വല്ലാത്ത വേദനയാണ് പിന്നെയോ അഹ്ബതു അമലഹു അവൻ എന്തെല്ലാം ചെയ്താലും നിസ്കരിച്ചാലും നോമ്പെടുത്താലും എന്ത് ചെയ്താലും പടച്ച റബ്ബ് അവന്റെ മുഴുവൻ അമലുകളും പൊളിച്ചു കളയുമെന്ന യതഅദ്ദാ മിൻഹു റൂഹുൻ നബി അല്ലാഹുവിന്റെ ഹബീബിന്റെ ആത്മാവ് അല്ലാഹ് ഗീബത്ത് പറഞ്ഞവന്റെ ആത്മാവുമായിട്ട് ചേരില്ല യസ്ഖത്തുല്ലാഹു അലൈഹി അല്ലാഹുവിന്റെ കോപം ഗീബത്ത് പറഞ്ഞവന്റെ പേരിൽ എപ്പോഴും ഉണ്ടാകുമെന്നാണ് പിന്നെയോ യസീറു മുഫ്ലിസൻ യൗമൽ ഖിയാമ ഇൻദൽ മീസാൻ നാളെ മീസാന്റെ അടുത്തേക്ക് പോകുമ്പോ അവനിക്ക് ഒരുപാട് അമലൊന്നുമില്ല നിസ്കാരം ഒന്നും കാണുന്നില്ല നോമ്പൊന്നും കാണുന്നില്ല എവിടെ സക്കാത്ത് കൊടുത്ത് അതും കാണുന്നില്ല വാള് നടത്തി വാളും കാണുന്നില്ല കഴിഞ്ഞ റമദാന് ഫുള്ള് നോമ്പ് നോറ്റു നോമ്പൊന്നും കാണില്ല പടച്ചനെ എവിടത്തേക്ക് അത് പോയെന്നാ എവിടേക്ക് വാപ്പാ വെറുതെ അല്ലട്ടത് നമ്മൾ ഈ വാള് കേൾക്കണം എന്തിനാ നന്നാവാനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ അൽഹംദുലില്ലാ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തണ്ട എന്തിനാ നമ്മളൊന്നിപ്പോ തികഞ്ഞോരല്ല അല്ലേ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഇപ്പൊ 4 പേര് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി എത്ര വലിയ ഇത് ആര് അള്ളാന്റെ ഖുർആൻ പറഞ്ഞാൽ ഇപ്പൊ ഈ ഫിത്തനയും ഫസാദൊക്കെ ഉണ്ടാക്കുന്നവരാരപ്പോ നിസ്കാരം ഇല്ലാത്തവരാ അള്ളാന്റെ ഖുർആൻ എന്താ പറഞ്ഞേ ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമു ഫിദ്ദുനിയാ വൽ ആഖിറ നിശ്ചയമായിട്ടും ചില ആളുകൾക്ക് യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം മുടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പുറത്തുള്ളവൻ നന്നാവുന്ന ഇഷ്ടമല്ല അവർ നല്ലൊരു വീട് വെച്ചാൽ അത് കുറ്റമാണ് ഇല്ലേ അവൻ എവിടെന്നാ കാശ് അത് കള്ളപ്പണാണെന്ന് നല്ലത് പറയില്ല എന്നാലും പറയും അവ ഇത്ര പെട്ടെന്ന് ഗൾഫിൽ പോയിട്ട് അത് മുഴുവനും കള്ളപ്പണോടെ നിനക്കറിയാത്ത എനിക്ക് നന്നായിട്ടറിയാം എവിടെ അറിയണ ഇല്ലേ അല്ല പറയാ ആരെ പറഞ്ഞറിയോ ഫില്ലദീന ആമനൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട് ഒറ്റ നിസ്കാരം മുടക്കൂല ഒറ്റ തറാവീഹ് മുടക്കൂല എന്തെല്ലാം നന്മയുണ്ടതൊക്കെ ചെയ്യും പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യില്ല നടക്കില്ല അതിന്റെ പിന്നാലെ ഇങ്ങനെ ചില ആളുകൾക്ക് ഇങ്ങനെ ഗീബത്ത് എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നാളെയാണെങ്കിൽ തലേ ദിവസം മുടക്കിയിട്ടുള്ള കഥകൾ കരഞ്ഞിട്ട് വാപ്പമാർ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ട് പാടില്ല എന്തിനത് ഒരു പെൺകുട്ടി ഉള്ളവർക്ക് പെൺകുട്ടിയുള്ള വാപ്പയ്ക്ക് പെൺകുട്ടിയുടെ മഹത്വം അറിയുള്ളൂ അവര് മുടക്കൂല ചില ആളുകളുണ്ട് ദുനിയാവിൽ ഏത് ഭാഗത്ത് വരെ ശരി ആ ചെറുപ്പക്കാരൻ കൊള്ളൂല ഒന്നുകിൽ പെണ്ണ് ശരിയായ പെണ്ണിന്റെ ഉമ്മ ശരിയാവൂല പെണ്ണിന്റെ ഉമ്മ ശരിയായ പെണ്ണിന്റെ വാപ്പ ശരിയാവൂല ആരെങ്കിലും പറ്റി കുറ്റപ്പെടുത്തിയിട്ട് ഇല്ലാണ്ടാക്കുക വേണ്ട അതിന്റെ പിന്നാലെ പോകല്ല ഒരൊറ്റ വട്ടം ഗീബത്ത് പറഞ്ഞാൽ ഈ 10 കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഉറക്കെ പറ വാപ്പ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ നാവിനെ സൂക്ഷിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ ഒരൊറ്റ ചരിത്രം പറഞ്ഞ അടുത്ത കാര്യത്തിലേക്ക് വരും നമുക്കറിയാം സുലൈമാനുൽ ഖാനൂൻ എന്ന് പറയുന്ന ഭരണാധികാരി നല്ലൊരു ഭരണാധികാരിയാണ് സുലൈമാനുൽ ഖാനൂൻ എന്ന് പറയുന്ന ഭരണാധികാരി ഒരു വേള സ്വപ്നം കാണുകയാ ആ നാട്ടിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് ആരും അദ്ദേഹത്തിന്റെ മയ്യത്തെടുക്കുന്നില്ല കുളിപ്പിക്കുന്നില്ല കഫം പൊതിയുന്നില്ല സുലൈമാനുൽ ഖാനൂൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇറങ്ങുകയാണ് ആ മനുഷ്യനെ തിരക്കിയിട്ട് ഇറങ്ങുകയാ കുറെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ചോദിച്ചു ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഇവർക്കറിയില്ല ഇന്ന ആളാന്ന് സുലൈമാൻ ഖാൻ വന്നിട്ട് ചോദിച്ചു ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു ഏയ് ഇവിടെ അങ്ങനത്തെ ഒരാളും ഇല്ല എനിക്ക് നമുക്കൊരു ഓർമ്മയില്ല അവിടെ കൂടി നിന്നവർ പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കാൻ പറ്റണ ഒരാൾ മരിച്ചിട്ടില്ല നിങ്ങൾ അന്വേഷിക്കാൻ പറ്റുന്ന ഒരാൾ മരിച്ചിട്ടില്ല സുലൈമാൻ ഖാൻ ഭയങ്കര മുൻകോപമുള്ള ആളാ ഒന്നുകൂടെ ചോദിച്ചു ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ അവർ പറഞ്ഞു ഇല്ല തങ്ങളെ നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കും അറിയില്ല ഞങ്ങൾക്കും അറിയില്ല ഒന്നും കൂടെ ചോദിച്ചു നിങ്ങൾക്കറിഞ്ഞിട്ടുണ്ടോ ദേശത്തിൽ ചോദിച്ചു അപ്പൊ അവർക്കറിയാം ഇനി സത്യം പറഞ്ഞില്ലെങ്കിൽ മൂപ്പര് നമ്മൾ ഏതായാലും വിടൂല
ഉടൻ തന്നെ അവര് പറഞ്ഞു, സുലൈമാനിൽ കാനോ, ഇവിടെ ഒരാള് മരിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ എടുക്കാൻ പറ്റിയ ഒരാളല്ല, നിങ്ങൾ പോകാൻ പറ്റിയ ഒരാളല്ല, കള്ളുകുടിയനാണ്, വ്യഭിചാരിയാ, അവനാരാ കുളിപ്പിക്കാൻ പോവുക? എവിടെ മയ്യത്തെന്ന് ചോദിച്ചു. അക്കാണുന്ന കാട് കണ്ടോ, അതിന്റെ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ മയ്യത്തുണ്ട് എന്ന് പറയുന്ന സമയത്ത് റബ്ബേ, സുലൈമാനുൽ ഖാനൂൻ എന്ന് പറയുന്ന ഭരണാധികാരി അവിടെ നിന്ന് ചെല്ലുകയാ. ആ മയ്യത്തിനെ പൊക്കിയെടുത്ത് ചോദിച്ചു, എവിടെയാണ് ഇദ്ദേഹത്തിന്റെ വീട്? കൂടി നിന്നിരുന്നവര് പറഞ്ഞു, അക്കാണുന്ന മലമുകളിലാണ്. ആ മലമുകളിലേക്കൊന്ന് കൊണ്ടുപോയിട്ട് വീടിന്റെ വാതിലിൽ മുട്ടുകയാ. അല്ലാ അല്ലാ, വീടിന്റെ ഉള്ളിൽ നിന്നതാ പെണ്ണ് കടന്നു വരികയാ. ചോദിച്ചു, പെണ്ണേ, ഈ കിടക്കുന്ന മനുഷ്യനെ അറിയോ? പടച്ചവനെ, ഇതെന്റെ ഭർത്താവല്ലേ റബ്ബേ. പെണ്ണെ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായ ഉത്തരം പറയണം. ഇദ്ദേഹം എന്തേ ചെയ്തുകൊണ്ടിരുന്നത്? ഇദ്ദേഹം കള്ളുകുടിയനായിരുന്നു, ഇദ്ദേഹം വ്യഭിചാരിയായിരുന്നു. അവിടെന്ന് പറയുന്ന തങ്ങളെ, ആളുകളുടെ മുമ്പിൽ എന്റെ ഭർത്താവ് കള്ളുകുടിയനാണ്, ആളുകളുടെ മുമ്പിൽ എന്റെ ഭർത്താവ് വ്യഭിചാരിയാണ്, പക്ഷേ ഇന്ന് വരെ എന്റെ ഭർത്താവ് വ്യഭിചരിച്ചിട്ടില്ല, ഇന്ന് വരെ എന്റെ ഭർത്താവ് കള്ളു കുടിച്ചിട്ടില്ല. അല്ലാ അല്ലാ, എന്തേ കാരണമെന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഭാര്യ സുലൈമാനുൽ ഖാനൂനോട് പറഞ്ഞു, നിങ്ങൾ എന്റെ പിന്നിലൂടെന്ന് വരുവോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് വലിയൊരു കുഴി കാണിച്ചു കൊടുക്കുകയോ. എന്നിട്ടാ പറയുന്നത്, സുലൈമാനുൽ ഖാനൂനാണെന്ന് പെണ്ണിനറിയില്ല. അവിടെ നിന്ന് പറയുന്നു, തങ്ങളെ, ഈ കാണുന്ന കുഴി കണ്ടോ? എന്റെ ഭർത്താവ് നേരം വെളുത്ത കള്ള് ഷാപ്പിലേക്ക് പോകുമെന്നുള്ളതിൽ ഉറപ്പാട്. ആ കള്ള് മുഴുവനും മേടിച്ചു കൊണ്ട് വന്നിട്ട് ഈ കാണുന്ന കുഴിയിലെ കുഴിച്ചിട്ട് പറയാറുണ്ട്, പെണ്ണേ, ഇന്ന് കള്ളുകുടിയന്മാര് കള്ളു കുടിക്കൂല്ല, അവരുടെ കള്ള് മുഴുവനും ഞാനതാ ഒഴിച്ചു കളഞ്ഞിരിക്കുന്നു. വ്യഭിചാരികളായ പെണ്ണുങ്ങളുടെ ചാരത്തേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ്. അവിടത്തേക്കൊന്ന് കടന്നു പോയിട്ട് വ്യഭിചാരികളായ പെണ്ണുങ്ങളോട് പറയാ, അല്ലയോ പെങ്ങളെ, നിങ്ങൾ ഈ പണിക്ക് നിക്കല്ല എന്ന് പറഞ്ഞ് ആ പെണ്ണുങ്ങൾക്ക് അന്നത്തെ ജീവിതത്തിനുള്ള വരുമാനം കൊടുക്കും. അല്ലാതെ ഇന്ന് വരെ എന്റെ ഭർത്താവ് കള്ളു കുടിച്ചില്ല, വ്യഭിചരിച്ചിട്ടില്ല. ഉടൻ തന്നെ പറയുന്നു, പെണ്ണെ, ഞാൻ ആരാണെന്നറിയോ? എന്റെ പേര് സുലൈമാനുൽ ഖാനൂൻ എന്നോ. ഉടൻ തന്നെ എന്റെ ഭർത്താവ്, അവിടുന്ന് പെണ്ണ് പറഞ്ഞു, എന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാനും നിങ്ങളെ ചുമക്കാനും നിങ്ങളെ കൊണ്ടുപോകാനും ആരെങ്കിലും കടന്നു വരുവോ എന്ന് ചോദിക്കുമ്പോ എന്റെ ഭർത്താവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, പെണ്ണേ, നല്ല ഒരു ഭരണാധികാരിയുണ്ട് സുലൈമാനുൽ ഖാനൂൻ, അദ്ദേഹം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെണ്ണെ, ഞാനാണ് സുലൈമാനുൽ ഖാനൂൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ മയ്യത്ത് കുളിപ്പിച്ചു പൊതിഞ്ഞ് കബറടക്കുകയോ. കബറടക്കിയിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് പറയാ, ഒരാളെ പറ്റിയും മോശമായി നിങ്ങൾ മോശ ചിന്ത വെക്കല്ല, ഒരാളെ പറ്റിയും മോശ ചിന്ത വെക്കല്ല. അല്ലാഹുവേ, അത് വല്ലാത്ത കുറ്റമാണ്. ഒരാളെ പറ്റിയും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മോശമായ ഒരു ചിന്ത വെക്കല്ലേ, അത് പടച്ചവന്റെ മുമ്പിൽ വലിയ കുറ്റമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ കുറ്റമാണ്. ഒരാളെ പറ്റി മോശമായിട്ട് ചിന്തിക്കാം. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, ചിന്തിച്ചാൽ തന്നെ മതി പെങ്ങളെ, വല്ലാത്ത നൊമ്പരമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളുടെ ആമ്യം കേട്ടാ അറിയും എങ്ങനെ ഏകദേശം നിർത്താറായോ ഇല്ലയെന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. എന്തും അള്ളാഹു മാപ്പ് ചെയ്യും. പക്ഷേ ഒരാളെ പറ്റി പറഞ്ഞാല്, ഇപ്പൊ ഞാൻ എന്നിട്ട് ഇങ്ങനെ വാള് പറയാം, നിങ്ങൾ ഇവിടുന്ന് ഞാൻ പോകാൻ പറയാം, ആ ചങ്ങായി എന്തെന്നെ ഇവിടുന്ന് കൊണ്ടുവന്ന് പിന്നെ എന്നെ തിരക്കി എന്റെ നാട്ടിൽ വരേണ്ടി പെടും. അതുകൊണ്ട് ഒരാളെ പറ്റി ബാപ്പ എന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത്? എന്റെ പെങ്ങളെ, നമ്മളെന്തിനപ്പം നോമ്പെടുക്കുന്നു? നമുക്ക് വേണ്ടിയിട്ടല്ലേ. ആ നമ്മളെന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക? ഇപ്പൊ നേരം വെളുക്കോളം വെള്ളം കോരിയിട്ട് ഇട്ട് പൊട്ടിക്കണ്ടല്ലോ. അല്ലാഹുവേ, നമ്മുടെ ഖൽബിനെ സൂക്ഷിക്കാനുള്ള സന്തോഷം നമുക്കൊക്കെ നീ നൽകണേ റഹ്മാനെ. ഖൽബിനെ സൂക്ഷിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അപ്പൊ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒന്നുകൂടെ പറയാണ്, ആവർത്തന വിരക്തി എന്ന് പറയരുത്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാ,
പറയാൻ സൂറത്ത് യാസീൻ ഓതണം, എന്നാൽ അള്ളാഹു ദാരിദ്ര്യം മാറ്റും. രണ്ടവിടെന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ടുന്ന അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഗീബത്ത് പറയാതിരിക്കുക. ഇന്നിപ്പോ കിടന്നുറങ്ങണ സമയത്ത് ഭാര്യ പറയിക്ക അവിടെ അതാണ്, ഇന്നലെ മറ്റവന് ആയിഷോ അത് പറഞ്ഞു, ഖദീസു ഇത് പറഞ്ഞു. പെങ്ങളെ വേണ്ട, എന്തിനാ നിങ്ങളായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പൊ ദാരിദ്ര്യം ഉണ്ടാക്കുക? അത് വേണ്ട. അതിന്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പിന്നെ ഒരു വീട്ടിൽ എന്നും ഗീബത്ത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പരാതി പറഞ്ഞപ്പോൾ സൽമാൻ തങ്ങൾ പറഞ്ഞു, ഈ ഗീബത്ത് എന്ന് മാറ്റുന്നോ അന്നേ നിങ്ങളുടെ കുടുംബം നന്നാവുള്ളൂ. വലിയ ചരിത്രമാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതെന്ന് മാറ്റുന്നോ അന്നേ നിങ്ങൾക്ക് സന്തോഷം കിട്ടുള്ളൂ, നിങ്ങളുടെ വീട്ടിൽ അല്ലാഹു തആല ബറക്കത്ത് തരൂ. മൂന്നാമതായിട്ട് അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബാ ഇനി ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ ഗൗരവത്തിലെടുക്കണേ. ഈ വിഷയം പറഞ്ഞിട്ടാ അല്ലാഹുവേ മൂന്നാമത്തെ കാര്യം പറഞ്ഞാ നമ്മൾ അവസാനിപ്പിക്കുന്നത്. അവിടുന്ന് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങളുടെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? അവരോട് സ്നേഹം കാണിക്കാത്തൊരു സമയം വന്നാ ആ വീട്ടിന്റെ ഉള്ളിൽ അല്ലാഹു മാറാത്ത ദാരിദ്ര്യം തരും സ്വഹാബാ. ഉമ്മാന്റെ കഥ അല്ല പറയാ, ഉമ്മയെ അങ്ങോട്ട് മാറ്റി. ഏതായാലും ഇന്നിപ്പോ മക്കൾ എന്താ ചെയ്യുക, ഉമ്മാനോട് ഭയങ്കര സ്നേഹമാണ്. ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമൊക്കെ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് വളരെ സന്തോഷകരമായിട്ട് മേടിച്ച് കഴിച്ച് ഉമ്മാന്റെ കവിൾത്തടത്തിൽ മുത്തം കൊടുത്തിട്ട് പോകുമ്പോഴും ശരീരമൊക്കെ ചുക്കും ചുളിഞ്ഞിട്ട് പാവപ്പെട്ട വാപ്പ വീട്ടിന്റെ മുമ്പിൽ ഉണ്ടാകും അല്ലേ? വാപ്പ ഇങ്ങനെ മോന്റെ മുഖത്ത് നോക്കും, പടച്ചോനെ അവൻ വല്ലതും പറയുന്നെങ്കിൽ ആര് പറയണം? അധികവും ആൺമക്കള. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കുറ്റപ്പെടുത്തല്ല. നമുക്ക് വേണ്ടി ഒരുപാട് പാടുപെട്ടവരാ വാപ്പ. അതാ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിച്ചു വരും. നമുക്ക് വേണ്ടി പാടുപെട്ടവരാ നമ്മുടെ വാപ്പ അല്ലേ? സ്നേഹ കടലാണോ അഴകിന്റെ അഴകാണോ അലിവുള്ള കൽബാണോ ജീവന്റെ ജീവനുപ്പാ മക്കളെ പോറ്റാൻ വേണ്ടി പണിയേറെ ചെയ്തു കണ്ടില്ലേ കൽബിനുള്ളിൽ വേദന ഏറുന്നു ആഫിയ തേടിയിടണേ രോഗങ്ങൾ മാറ്റിയിടണേ ജീവിത കാലം മുഴുവൻ സന്തോഷം നൽകിടണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നിരിക്കുന്ന സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബാ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളില് ബാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഉമ്മയെ സ്നേഹിക്കുന്ന വിഷയം വേറെയാണ്. ഇത് ബാപ്പയെ പറ്റി പറയാൻ ഒരു ദിവസം കിട്ടിയാലും മതി വരൂല ചെറുപ്പക്കാരാ. ഇന്ന് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് വാഴ കഴിഞ്ഞിട്ട് നാളെ മണ്ണാർക്കാട് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് മറ്റന്നാള് കണ്ണൂർ സ്നേഹമുള്ള ഉപ്പ എന്നുള്ള ഉപ്പ മാത്രമാണ് വിഷയം. ഉമ്മയെ സ്പർശിക്കൂല, അത്രയും സ്നേഹമുണ്ട് ബാപ്പയെ പറ്റി പറയാൻ. ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഇത്രയും നേരം നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടുണ്ട് എഴുന്നേറ്റ് പോകാതെ. ഇത് പറയുമ്പോ നിങ്ങളോട് വെറുപ്പ് വന്നിട്ടല്ല, ദേഷ്യം വന്നിട്ടല്ല. അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹാബാ വീട്ടിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരുന്ന സമയം എപ്പോഴെന്നറിയോ? ശരീരങ്ങൾ ചുക്കുചുളിഞ്ഞു പോയ നിങ്ങളുടെ ബാപ്പമാര് നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങളുടെ ബാപ്പമാര് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ആ ഒരു സമയമാണ് സ്വഹാബാ. പടച്ചറബേ, ഇന്നിപ്പോ ബാപ്പാന മക്കളെ കണ്ടിരിക്കുന്നത് എങ്ങനാണ്? നിങ്ങളുടെ മക്കൾക്ക് അവിടെ നിന്ന് പലഹാരം മേടിക്കാ, നിങ്ങളുടെ മക്കളെ സ്കൂളിൽ കൊണ്ടാക്കാ, നിങ്ങളുടെ മക്കൾക്ക് പഞ്ചസാര മേടിക്കാ, നിങ്ങളുടെ മക്കൾക്ക് പാല് മേടിക്കാ, നിങ്ങളുടെ മക്കളെ മദ്രസയിലാക്കാ. ഈ ജോലി മുഴുവനും എന്ന പാപപ്പെട്ട പിതാവിനാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, പറയല്ലേ, ആ പ്രിയപ്പെട്ട പിതാവിനോട് കൽപ്പിക്കല്ലേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇരിക്കുന്ന സ്വഹാബത്തിനോട് പറയാ, ഏതെങ്കിലും ഒരു മകൻ ബാപ്പയോട് കൽപ്പിക്കുന്ന ഒരു വീട് വന്നാ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ. ഏതെങ്കിലും ഒരു മകനോ മകളോ വീട്ടിലുള്ള ബാപ്പയോട് ആജ്ഞാപിക്കുന്ന ഒരു സമയം വന്നാൽ
തങ്കത്തു അബദാ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അല്ലാഹുവിന്റെ ജീവിതത്തിൽ തരുമെന്ന് അവിടുന്ന് വ്യക്തമാക്കുമ്പോഴെന്റെ യുവാക്കളെ മനസ്സ് കൊടുക്കുക. ഇന്നലെ വരെ ബാപ്പയോട് അല്ലാഹുവേ പലതും ഞാൻ പറഞ്ഞതാണ്. കറണ്ട് ബില്ലടക്കാൻ ബാപ്പയെ വിട്ടതാണ്, വാട്ടർ സപ്ലൈയുടെ കാര്യം പറയാൻ ബാപ്പയെ വിട്ടതാണ്, മകളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ബാപ്പയെ വിട്ടതാണ്. ബാപ്പയുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ നമ്മളൊന്നും ബാപ്പയോട് പറയാൻ പാടില്ല. പിന്നീട് അവിടെ മൃതങ്ങൾ പറയാ, ബാപ്പ ഉറങ്ങുകയാണോ, ആ ബാപ്പാന്റെ ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ വിളിക്കല്ലേ സ്വഹാബാ. അല്ലാഹുവേ, ബാപ്പ ഉറങ്ങുമ്പോ ബാപ്പയെ ഉണരുന്ന ഒരു കോലാഹലങ്ങള് നിങ്ങൾ ചെയ്യല്ലേ സ്വഹാബാ. ബാപ്പ കിടക്കുകയാണെങ്കിൽ ബാപ്പ ഉറങ്ങുമ്പോൾ ബാപ്പയെ ഉണർത്തുന്ന കോലാഹലങ്ങൾ നിങ്ങൾ ചെയ്യല്ലേ. നമ്മളൊന്നിപ്പോ എന്താ ചെയ്യാ, നമ്മുടെ മൊബൈല് നമ്മൾ എവിടെ കൊണ്ട് കുത്തിക്കും, ബാപ്പ കിടക്കുന്ന റൂമിൽ കൊണ്ട് കുത്തിക്കും, നമ്മൾ അപ്പുറത്തും പോയി കിടക്കും. അങ്ങനല്ലേ? ബാപ്പയും ഉമ്മയും കിടക്കുന്ന റൂമിൽ നമ്മൾ കൊണ്ടുവച്ചിട്ട് പറയും, ബാപ്പ ആരെങ്കിലും വിളിച്ചാൽ ഒന്ന് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയും. എന്ന് വെച്ചാൽ ബാപ്പ ഉറങ്ങണ്ട, ഞങ്ങൾ ഉറങ്ങിക്കോട്ടെ, വാപ്പ ഉറങ്ങണ്ട, ഞങ്ങൾ ഉറങ്ങിക്കോട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയാൻ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് നിങ്ങളുടെ കുടുംബത്തിൽ അല്ലാഹു ദാരിദ്ര്യം തരുന്നതിന്റെ ഏറ്റവും വലിയ വഴിയാന്നാണ്. നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾ ദുഃഖിക്കണ്ട. ഞാൻ ഇങ്ങനെ പറയാൻ ജീവിതത്തിൽ ഉപകാരപ്പെടണമെന്നുള്ള ഒന്ന് കൊണ്ടുവരിക നമ്മുടെ ഹൃത്തടത്തിന്റെ ഉള്ളിൽ. അല്ലാഹുവേ, കേൾക്കുന്നനുസരിച്ച് അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ, ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഇല്ലേ, ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ തങ്ങളെ, എനിക്കൊരു ഉപ്പയുണ്ട്, പക്ഷേ ഒരു സ്നേഹം എനിക്ക് ഉപ്പയോട് തോന്നുന്നില്ല. എങ്ങനെ? എനിക്കൊരു ഉപ്പയുണ്ട്, പക്ഷേ എനിക്ക് ഉപ്പയോട് സ്നേഹം തോന്നുന്നില്ല, എനിക്കെന്റെ ഉപ്പാനോട് സ്നേഹം തോന്നുന്നില്ല. ഇത് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നാളെ സുബഹി നിസ്കാരത്തിന് എന്റെ മുമ്പിൽ ഉണ്ടാകണം, നീ നാളെ സുബഹി നിസ്കാരത്തിന് എന്റെ മുമ്പിൽ ഉണ്ടാകണം. നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് ഓടി വരികയാണ്. സുബ്ഹാനല്ലാഹ്, ആവേശത്തോടെ സുബഹി നിസ്കാരം കഴിയുകയാ. സുബഹി നിസ്കാരം കഴിയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ബാപ്പയെയും ഒരു മകനെയും കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹ്, 5 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു മകൻ, നീ ഒരു കാര്യം ചെയ്യണം, നീ അതാ ബാപ്പയും മകനും അറിയാതെ അവരുടെ പിന്നിലൂടെ ഇന്നത്തെ ദിവസം മുഴുവനും നീ സഞ്ചരിക്കണം. അവരെവിടൊക്കെ പോകുന്നോ അവിടെയെല്ലാം നീ ഒന്ന് കടന്നു പോകണം. അല്ലാഹുവേ, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് 5 വയസ്സുള്ള മകനും ബാപ്പയും പോകുന്ന വഴിയിലൂടെ കടന്നു പോവുകയോ. സുബ്ഹാനല്ലാഹ്, അവര് നടന്ന് വീട്ടിലേക്ക് എത്തുകയാണ്. വീടിന്റെ ഉള്ളിലേക്ക് എത്തിയ പാടെ മകൻ അവിടുന്ന് വെളിയിലേക്ക് പോവുകയാണ്. മലമൂത്ര വിസർജനം നടത്തുകയാണ്. പെട്ടെന്ന് ബാപ്പയാകുന്ന ഈ പിതാവ് ഓടി വന്ന മകനെ കഴുകിയങ്ങ് ശുദ്ധിയാക്കുകയോ. അവിടുന്ന് നല്ല ഒരു വസ്ത്രമെടുത്തു കൊണ്ടുവന്നിട്ട് ധരിപ്പിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ആ മകനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ആ മകന്റെ കവിൽ തടത്തിൽ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ കാര്യം ഓർമ്മ വരികയാ. ആ പിതാവ് ആ മകനോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നീ നിന്റെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരുവോ, പിറകിലേക്കൊന്ന് കണ്ണോടിക്കുവോ. അവിടെ ആ പൊന്നാര മകനെ കുളിപ്പിക്കുകയാണ്. ആ പിതാവ് ആ വെള്ളത്തോടെ മകനെ എടുത്ത് നെഞ്ചകത്തേക്ക് വെക്കുകയാ. ആ കവിൽ തടത്തിൽ മുത്തം കൊടുക്കുകയാ. ആ കവിൽ തടത്തിൽ മുത്തം കൊടുക്കുകയാണ്. കണ്ണു നിറയുകയാണ്. കണ്ണുകളിലൂടെ കണ്ണുനീര് ഒഴുകി വരികയാ. ആ മകനെ കുളിപ്പിച്ചൊരുക്കി നല്ല വസ്ത്രം ധരിപ്പിച്ചു. അവർ രണ്ടുപേരും കൂടെ വെളിയിലേക്ക് ഇറങ്ങുകയാ. വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ബാപ്പ എന്താ ചെയ്യുന്ന എന്നറിയോ? ആ മകന്റെ കൈപിടിച്ചിട്ട് നടത്തുകയോ. ആ മകന്റെ കൈപിടിച്ച് നടത്തുകയോ. പെട്ടെന്ന് മറിഞ്ഞു വീണു. ആ കുട്ടി കരഞ്ഞു. ഉടൻ തന്നെ മകനെ വാരിയെടുത്തിട്ട് ആ കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് കവിൾത്തടത്തിൽ മുത്തം കൊടുത്ത്, ഉപ്പാന്റെ കുട്ടി കരയല്ലേ,
എന്ന് പറഞ്ഞിട്ട് ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് ഈത്തപ്പനയുടെ ഓല പറിച്ചെടുത്തിട്ട് കളിപ്പാട്ടമുണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ടോ ആ പുന്നമകന്റെ കയ്യും പിടിച്ചുകൊണ്ട് കടന്നു വരുമ്പോ വഴിയോരത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ പെട്ടെന്ന് ആ പ്രിയപ്പെട്ട മകനവിടുന്ന് പനിയാവുകയാണ്. ആ മകനിക്ക് പനിയാവുകയാണ്. പനി പിടിച്ച മകനെ ബാപ്പ എടുത്തു. അല്ലാഹുവേ, കൊണ്ടുപോയി മരുന്ന് കൊടുത്തു. കൊണ്ടുപോകുന്ന വൈദ്യന്റെ മുമ്പിൽ പോയിട്ട് പറയാ, എന്ത് വേണോ എന്ത് വേണോ എന്ത് വേണോ, എന്റെ മകന്റെ രോഗം മാറിയാ നിങ്ങൾക്ക് തരാ. അവനൊന്ന് പനിച്ചു കിടന്ന എനിക്കത് സഹിക്കൂല. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസം സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ ഫബകാ ബുകാഅൻ ശദീദാ, വല്ലാത്തൊരു കരച്ചിൽ കേൾക്കുകയാണ്. ആരാണ് പടച്ചവനെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ഇത്രയും വാവിട്ട് പൊട്ടിക്കരയുന്നതാരാ? അബൂബക്കർ തങ്ങൾ തിരിഞ്ഞിട്ട് ചോദിച്ചു, ആരാ കരയുന്നത്? അനയാ അബൂബക്കർ, ഞാനാണ് അബൂബക്കർ തങ്ങളെ. ഇന്നലെ ആ ബാപ്പയുടെ മകന്റെ കാര്യങ്ങൾ വീക്ഷിക്കാൻ എന്നെ പറഞ്ഞു വിട്ടില്ലേ നിങ്ങൾ? ആ മകനാണ് എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. ആ മകനെ കൊണ്ടുപോയി നല്ലതുപോലെ ആ പൊന്നമകന്റെ മലമെല്ലാം കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ചു. തങ്ങളെ, എന്റെ ചെറുപ്പകാലത്തും എന്റെ ബാപ്പ ഇതുപോലെ അല്ലായിരുന്നോ? എന്നെ കുളിപ്പിച്ചില്ലേ? എനിക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ചില്ലേ? എന്റെ ബാപ്പ നല്ല ഒരു വസ്ത്രം ധരിച്ചില്ലെങ്കിലും അല്ലാഹുവേ, എന്റെ ബാപ്പ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം എന്നെയല്ലേ ധരിപ്പിച്ചത്? അതുപോലെ ആ പൊന്നമകനിക്ക് പനിയായപ്പോ ആ പൊന്നമകനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, എന്ത് വേണോ തരാ, എന്റെ പൊന്നുമോന്റെ രോഗമൊന്ന് മാറിയാലും മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോയെന്ന് പറയുമ്പോ അവിടെന്ന് പറയുന്ന അബൂബക്കർ തങ്ങളെ, എന്റെ ബാപ്പയെ ഞാനൊന്ന് കൊണ്ടുവരട്ടെ, എന്റെ പിതാവിനെ ഞാനൊന്ന് കൊണ്ടുവരട്ടെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, കൊണ്ടുവന്നു. പ്രിയപ്പെട്ട ബാപ്പാനെ കൊണ്ടുവരികയാണ്. ബാപ്പയെ കൊണ്ടുവന്നിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മുമ്പിൽ ഇരുത്തി പറയുന്നു, തങ്ങളെ, ഇന്നെനിക്ക് ദുനിയാവിന്റെ പുറത്ത് വെച്ച് എനിക്ക് ഏറ്റവും വലുതാരെന്നറിയോ? എന്റെ പെണ്ണല്ല, എന്റെ മക്കളല്ല, ഇന്നെന്റെ സമ്പത്തല്ല. ദുനിയാവിന്റെ പുറത്ത് വെച്ച് ഇന്നെനിക്ക് ഏറ്റവും വലുത് എന്റെ പ്രിയപ്പെട്ട ബാപ്പച്ചിയ എന്ന് പറഞ്ഞിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മുമ്പിൽ വെച്ച് ചുക്കിച്ചുളിഞ്ഞു പോയ ആ കവിൽ തടത്തിൽ മുത്തം കൊടുത്തിട്ട് അവിടുന്ന് പറയുന്ന, ഉപ്പോ, ഈ പൊന്നുമകനോട് വെറുപ്പ് വെക്കല്ലേ ഉപ്പോ. ഇന്നിവിടെ ഇരിക്കുന്ന ഈ പവിത്രമായ പ്രഭാഷണത്തിന്റെ സദസ്സിൽ നിൽക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉമ്മയോട് സംസാരിച്ചവരാണ്, ഉമ്മയോട് വർത്തമാനം പറഞ്ഞവരാണ്, ഉമ്മയോട് തമാശകൾ പറഞ്ഞവരാണ്, ഉമ്മാക്ക് ഫോൺ വിളിച്ചവരാണ്, ഉമ്മയോട് എന്തെല്ലാം പറയാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞവരാണ്. എന്നാ നിന്റെ ബാപ്പ നിന്റെ വീട്ടിന്റെ ഉള്ളില് നിനക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്ന നിന്റെ പ്രിയപ്പെട്ട പിതാവ് വീട്ടിന്റെ ഉള്ളിൽ ഇരിപ്പില്ലേ ചെറുപ്പക്കാരാ? അവരുടെ കയ്യിലും മൊബൈലില്ലേ? ഒരൊറ്റ വെട്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തില് ഒരു പ്രാവശ്യം നിന്റെ ബാപ്പാന്റെ മൊബൈലിലേക്കൊന്ന് വിളിച്ച്, ബാപ്പാ എന്തെങ്കിലും ആവശ്യമുണ്ടോ ബാപ്പാ? എത്ര മക്കളാ ബാപ്പയും ഉമ്മയും വയസ്സായി കിടന്നുറങ്ങുമ്പോ അവരുടെ മുമ്പിലൊന്ന് പോയി, ബാപ്പ കിടക്കുമ്പോ ഉമ്മ കിടക്കുമ്പോ ഭക്ഷണം കഴിച്ചോ ബാപ്പാ, വെള്ളം കുടിച്ചോ ബാപ്പാ എന്ന് ചോദിക്കുന്ന എത്ര മക്കളാ? ഇന്ന് വിരലിൽ എണ്ണാവുന്ന മക്കളല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്,
പ്രിയപ്പെട്ട പിതാവ് നിങ്ങളെ കാരണം വിഷമിക്കുന്നൊരവസ്ഥ വന്നാൽ ചെറുപ്പക്കാർ ചിന്തിക്കണം, അല്ലാഹുവേ എങ്ങനാ വിഷമം വരിക? ഞങ്ങൾ ബാപ്പയെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ബാപ്പയെ ഞങ്ങൾ ചീത്ത വിളിച്ചിട്ടില്ല, ബാപ്പയെ ഞങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല, പിന്നെങ്ങനാ ബാപ്പയ്ക്ക് വിഷമം വരിക? മോനെ, നീ നിന്റെ പിതാവിനോട്, വീട്ടിലുള്ള ബാപ്പയോട് നീയൊന്ന് മിണ്ടാതിരുന്നാൽ, അവരോട് നീയൊന്ന് സംസാരിക്കാതിരുന്ന പോയാൽ സുബ്ഹാനല്ലാഹ്, അവർക്കുണ്ടാകുന്ന വേദന പറഞ്ഞാൽ മതി വരില്ല. ഉമ്മാന്റെ മൊബൈലിൽ വിളിച്ച് ബാപ്പക്ക് സംസാരിക്കുമ്പോ, ബാപ്പാന്റെ കയ്യിൽ കൊടുക്കാൻ പറയുമ്പോ ബാപ്പക്ക് വിഷമമുണ്ട്. ചെറുപ്പക്കാരാ, എനിക്ക് മൊബൈൽ ഉണ്ടായിട്ടുണ്ട്, എന്റെ മൊബൈലിലേക്ക് അവൻ വിളിക്കാത്തത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാര്, അല്ലാഹു നിങ്ങളുടെ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യണോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വട്ടമിട്ട് പറക്കണോ? ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണോ? അതിനുള്ള വഴിയാ നിങ്ങളുടെ ബാപ്പയാണെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിസാര വിഷയമല്ലത്, ഇത് വലിയ വിഷയമാണ്. ബാപ്പ ഒന്ന് സങ്കടപ്പെട്ടാൽ മതി. ഉസ്താദേ, നമ്മള് ഭയങ്കര സെറ്റപ്പില്ല, ശരിയാണ്. ആരെങ്കിലൊക്കെ വരുമ്പോ, ഉസ്താദ് ഇതെന്റെ ബാപ്പാൻ, അതിന്റെ ഉമ്മാൻ, അതേ കാര്യമില്ല. നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കഴിയുമ്പോ നിങ്ങൾ ബാപ്പാന്ന് വിളിക്കുന്ന ഒരു വിളിയുണ്ടല്ലോ, അതിൽ അവർക്ക് സന്തോഷം തോന്നും. എന്റെ നിർത്താറായ എന്തെങ്കിലും മിണ്ടാത്ത നിർത്താറായെന്നാ ഇല്ലെന്നാ? ഭയങ്കര ഉഷാറല്ല, നിർത്താറായിട്ടില്ല എന്നുള്ളൊരു ഒന്ന് കൈവയ്ക്കുക നോക്കട്ടെ. നല്ല താഴ്ത്തിയിട്ടുണ്ട്, നല്ല കൈകളാണ്. അള്ളാഹു അത്രയൊന്നും ഉണ്ടാവൂല. ഇൻഷാ അല്ലാഹ് കൂടിപ്പോയി ഒരു 10 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് കൂടെ. ബാപ്പ വേറെ ഉണ്ടല്ല, ഈ ശരീരത്തിന് എന്നും പോകണ്ടേ, ഇത്ര വോൾട്ടേജ് ഉള്ളു. അതുകൊണ്ടാണ് മൈക്ക് നല്ല വോൾട്ടേജാണ് ഇന്ന്, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറയണത്. മൈക്ക് നമ്മുടെ തെറ്റാ. എന്നാൽ പിന്നെ ലൈവ് നമ്മുടെ ആൾക്കാർ എല്ലാവരും അല്ലാഹു തആല സന്തോഷത്തിലാക്കട്ടെ. ഇവിടെ വന്നിരുന്നവരെ പ്രത്യേകിച്ച് അല്ലാഹു തആല കബൂലാക്കട്ടെ. അപ്പോൾ പിതാവിനോട് സ്നേഹം കൊടുക്കണം. ആ ബാപ്പ പള്ളിയിൽ പോകാൻ വേണ്ടി വെള്ളിയാഴ്ച ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ പറയും, ബാപ്പ എൻ്റെ കൂട്ടുകാരൻ വരും, അതുകൊണ്ട് ബാപ്പ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോക്കോളി. ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ വേണ്ടി പൈസയും കൊടുക്കൂല, ഇല്ലേ? അതുകൊണ്ട് അവരോട് സ്നേഹം കൊടുക്കും. നിങ്ങൾ ഉറപ്പാ നിങ്ങൾ വിജയിക്കും. നിങ്ങൾ ഏത് മേഖലയിലൂടെ കടന്നു പോയാലും അവിടൊക്കെ നിങ്ങൾ വിജയിക്കും, ഉറപ്പാ. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ബാപ്പാന്റെ കാല് മുറിഞ്ഞപ്പോ ആ കാല് വേദന എടുക്കുന്ന കണ്ടപ്പോ ഒരു സ്വഹാബി പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ബാപ്പയും മകനും കൂടെ നടന്നു പോവാൻ, ആ നടന്നു പോകുന്ന പോക്കിൽ ഒരു കല്ലിൽ തട്ടിയിട്ട് ബാപ്പയുടെ കാലിന്റെ നകളവി. ഇത് കണ്ടപ്പോ ഈ സ്വഹാബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, പൊട്ടിക്കരഞ്ഞു, വല്ലാണ്ട് കരഞ്ഞു. ഉടൻ തന്നെ കാല് മുറിഞ്ഞ വേദന മറന്നിട്ട് ബാപ്പ ചോദിച്ചു, മോനെ നീ എന്തിനാണ് കരയുന്നത്? ഉടൻ തന്നെ പ്രിയപ്പെട്ട ആ സ്വഹാബി പറഞ്ഞു, ബാപ്പ നിങ്ങളുടെ കാല് മുറിഞ്ഞപ്പോ, നിങ്ങളുടെ കാല് പൊത്തിപ്പിടിക്കുമ്പോ നിങ്ങൾക്കുണ്ടാകുന്ന വേദന ഓർത്തപ്പോ ഞാൻ കരഞ്ഞു പോയതാന്ന്. നിങ്ങളുടെ കാല് മുറിഞ്ഞപ്പോ നിങ്ങൾ ആ കാലിങ്ങനെ പിടിച്ചില്ലേ, എനിക്ക് മനസ്സിലായി വല്ലാത്ത വേദനയാണെന്ന്. അത് കണ്ടപ്പോ ഞാൻ കരഞ്ഞതാ. സുബ്ഹാനല്ലാഹ്. നമ്മൾ കരയോ? വാപ്പ ദിവസങ്ങളായി മൂക്കിലൂടെ വായിലൂടെ ട്യൂബിട്ടുകൊണ്ട് വീട്ടിൽ കിടക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ഒരല്പം വെള്ളം എടുത്ത് വാപ്പാക്കൊന്ന് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അല്ലാഹുവേ, അങ്ങനത്തെ ഒരു ഗതികേട് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും വെക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, മൂക്കിലൂടെ വായിലൂടെ പിന്നെ ട്യൂബിട്ടുകൊണ്ട് കിടക്കുന്ന ഒരു അവസ്ഥ ആർക്കും വെക്കല്ലേ പടച്ചവനെ. അതുകൊണ്ട്